പ്രിയമുള്ളവരെ നമസ്കാരം. ജസ്റ്റ് റൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവാഹത്തെ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധി സമൂഹത്തിൽ പല ആശങ്കകളും തെറ്റിദ്ധാരണകളും ഉയർത്തിയിട്ടുണ്ട്. വിവാഹ രജിസ്ട്രേഷൻ വിവാഹത്തിന് ഉള്ള നിയമപരമായ തെളിവല്ല എന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർത്തിയാക്കി നടത്തിയ വിവാഹ ചടങ്ങിലൂടെ മാത്രമേ അതിന് നിയമസാധുത കൈവരികയുള്ളൂ എന്നുമുള്ള സുപ്രീം കോടതി വിധിയാണ് വിവിധ തരത്തിലുള്ള സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയം ഹിന്ദു വിവാഹ നിയമത്തെ പറ്റി സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഹൈന്ദവ വിവാഹത്തിന് നിയമസാധുതയുള്ളൂ എന്ന സുപ്രീം കോടതി വിധി രാജ്യത്തെമ്പാടുമുള്ള ഹൈന്ദവർക്കിടയിൽ ഞെട്ടലും ആശയക്കുഴപ്പവും ഉളവാക്കിയിട്ടുണ്ട്. തങ്ങളുടെ വിവാഹം നിയമപ്രകാരം നിലനിൽക്കുന്നതാണോ എന്ന സംശയവും ആശങ്കയും പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി വിധിയെ അതിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ ഉന്നതമായ പദവി അർഹിക്കുന്ന ഒരു സംസ്കാരവും ദൈവിക ശുശ്രൂഷയുമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ യുവാക്കൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് കുടുംബ വ്യവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഹിന്ദു വിവാഹം കേവലം ആട്ടവും പാട്ടും സൽക്കാരവും നടത്താനുള്ള മുഹൂർത്തമല്ല, അതൊരു വ്യാപാര ഇടപാടുമല്ല, സ്ത്രീധനവും സമ്മാനങ്ങളും കൈമാറ്റം ചെയ്യാനുള്ള സന്ദർഭവുമല്ല. കൃത്യമായ ചടങ്ങുകളില്ലാതെ വിവാഹം നിയമപരമായി അംഗീകരിക്കാൻ കഴിയും. ചടങ്ങുകൾ കൃത്യമായി പൂർത്തീകരിക്കാതെ വിവാഹിതരാണെന്ന് സാക്ഷ്യപത്രം ലഭിച്ചു എന്നതും മാത്രം നിയമപരമായ വിവാഹം നടന്നുവെന്ന് പറയുന്നതിനുള്ള തെളിവല്ല കോടതി വിധി. ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹത്തിനും കുടുംബങ്ങൾക്കുമുള്ള പ്രാധാന്യവും ഹൈന്ദവ വിവാഹ സംവിധാനങ്ങളുടെ പ്രത്യേകതകളും എല്ലാം വിശദീകരിക്കുന്ന ഈ വിധി വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിവാഹത്തിന് നിയമപ്രാബല്യം നൽകുന്നില്ല എന്നുള്ള നിരീക്ഷണം. എന്നാൽ കേസിന്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കോടതി നിലപാടിന് കൂടുതൽ വ്യക്തത കൈവരുന്നതായി കാണാം. കൊമേഴ്സ്യൽ പൈലറ്റുമാരായ യുവാക്കൾ നൽകിയ ജോയിന്റ് പെറ്റീഷനിലാണ് സുപ്രീം കോടതി വിധി എഴുതിയിട്ടുള്ളത്. 2021 ഇവർ ഇരുവരും വിവാഹിതരാകാൻ തീരുമാനമെടുക്കുന്നു. 2022 ഡിസംബർ മാസത്തിൽ ഇരു വീട്ടുകാരും ചേർന്ന് കല്യാണം നടത്താമെന്ന ധാരണയിൽ വേദിക് കല്യാൺ സമിതിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി ഹിന്ദു വിവാഹ നിയമത്തിന്റെ 8ാം വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. 2017 ഉത്തർപ്രദേശ് മാരേജ് രജിസ്ട്രേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് വിവാഹ രജിസ്ട്രേഷൻ സാക്ഷ്യപത്രം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇരുവരും അവരവരുടെ വീടുകളിൽ തന്നെയാണ് താമസിച്ചു പോകുന്നത്. പിന്നീട് ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരികയും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന ഘട്ടത്തിലെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ഗാർഹിക പീഡനത്തിന്റെ പേരിലും സ്ത്രീധന നിരോധനത്തിന്റെ കീഴിലും യുവാവിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഇരുവരും വിവാഹമോചനം നേടുവാൻ തീരുമാനിക്കുകയാണ്. ഈ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഭരണഘടനയുടെ അനുച്ഛേദം 142 അനുസരിച്ച് തങ്ങളുടെ വിവാഹബന്ധം നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് വിധി എഴുതണം എന്ന ആവശ്യവുമായി ഇവർ സുപ്രീം കോടതിയിൽ. നിയമപരമായ അവ്യക്തതയും ശൂന്യതയുമുള്ള അവസരങ്ങളിൽ സമ്പൂർണ്ണ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് 142. ഹിന്ദു വിവാഹ നിയമത്തിന്റെ വകുപ്പ് 7 ഉപവകുപ്പ് 1 അനുസരിച്ച് ഹിന്ദു വിവാഹങ്ങൾ മാമൂലനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിക്കേണ്ടതാണ്. വകുപ്പ് 7(2) ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. സപ്തപതി അഥവാ വധുവിന്റെ കൈപിടിച്ച് അഗ്നിക്ക് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് ഈ ചടങ്ങുകളുടെ ഭാഗമാണ്. വിവാഹ ചടങ്ങുകൾ ഉറപ്പിക്കുന്നതിനും പൂർണ്ണമാകുന്നതും 7ാമത്തെ പ്രദക്ഷിണം കഴിയുമ്പോഴാണെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ, പ്രത്യേകിച്ച് സപ്തപതി, ഹൈന്ദവ വിവാഹ ചടങ്ങുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ദമ്പതികൾ ആചാരങ്ങളനുസരിച്ച് വിവാഹം ചെയ്ത് ഒരുമിച്ച് താമസിച്ചു വന്നിരുന്നവരായിരുന്നില്ല. ആചാരപ്രകാരമുള്ള കല്യാണം പിന്നീട് നടത്താമെന്ന ധാരണയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. വിവാഹ രജിസ്ട്രേഷനെ പലരും രജിസ്റ്റർ വിവാഹമായി തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ നടക്കുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ഓരോ മതവിശ്വാസങ്ങൾക്കും അവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്. വിവാഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ക്രിസ്ത്യൻ വിവാഹ നിയമം, പാഴ്സി വിവാഹ നിയമം, മുസ്ലിം വ്യക്തി നിയമം,
ഹിന്ദു വിവാഹ നിയമം എന്നിങ്ങനെ ഇതുകൂടാതെ എല്ലാവർക്കും ഒരുപോലെ പിന്തുടരാൻ കഴിയുന്ന മതേതര വിവാഹ നിയമമായ സ്പെഷ്യൽ മാരേജ് ആക്റ്റും ഉണ്ട്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന് കീഴിലാണ് നമ്മൾ പൊതുവെ രജിസ്റ്റർ വിവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിവാഹങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവിടെ ഹിന്ദു വിവാഹ നിയമത്തിന്റെ 8ാം വകുപ്പ് അനുസരിച്ചുള്ള രജിസ്ട്രേഷനാണ് നടന്നിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റുകൾ രൂപം നൽകിയ ചട്ടങ്ങൾക്കനുസരിച്ചാണ് രജിസ്ട്രേഷൻ. ഹിന്ദു നിയമപ്രകാരം വിവാഹം നടന്നു എന്ന കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റിൽ എഴുതി സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് ഫോട്ടോയോ മറ്റ് സംഘടനകളുടെ സർട്ടിഫിക്കറ്റോ ഒക്കെ തെളിവായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ആചാരപ്രകാരമുള്ള വിവാഹം നടന്നിട്ടില്ലെന്ന് ഇരുകൂട്ടരും വ്യക്തമാക്കിയ സ്ഥിതിക്ക് വിവാഹത്തിന് നിയമസാധുതയില്ല. സെക്ഷൻ 7 അനുസരിച്ചുള്ള വിവാഹം നടന്നിട്ടുണ്ട് എന്ന ഉറപ്പാണ് ഈ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വിവാഹം നടന്നിട്ടില്ലെന്നിരിക്കെ ചടങ്ങുകൾക്കനുസരിച്ച് ഇവർ വിവാഹിതരായിട്ടുണ്ടെന്ന സാക്ഷ്യപത്രത്തിനും വിലയൊന്നുമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. അതായത് ഹിന്ദു വിവാഹ നിയമത്തിന്റെ 7ാം വകുപ്പ് അനുശാസിക്കുന്ന തരത്തിൽ വിവാഹ ചടങ്ങുകൾ നടക്കാതെ 8ാം വകുപ്പ് അനുസരിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റിന് നിയമസാധുത ഇല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. നിലവിലെ നിയമസംഹിതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മറിച്ചൊരു വിധി കോടതിക്ക് സാധ്യമാവുകയില്ലായിരുന്നു. ഹിന്ദു വിവാഹ നിയമം സംവിധാനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. 1955 ഹിന്ദു വിവാഹ നിയമം നിലവിൽ വരുന്നത്. അതിനു മുൻപ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. നിരവധി നിയമസംഹിതകളിലും ആചാര പ്രമാണങ്ങളിലും ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെയായിട്ട് വിഭജിച്ച് കിടക്കുന്ന ഹൈന്ദവ വ്യക്തി നിയമങ്ങളെ ആധുനിക സമൂഹത്തിന് നിരക്കുന്ന തരത്തിൽ പരിഷ്കരിച്ച് ക്രോഡീകരിക്കുക എന്നതായിരുന്നു ഹിന്ദു കോഡ് ബില്ലിന്റെ ഉദ്ദേശം. 1940 മുതൽ ഈ ദിശയിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിയമമന്ത്രി അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങളെ കോൺഗ്രസ് പ്രസിഡന്റ് സീതാരാമയ്യരും രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക ഹിന്ദു നേതൃത്വം എതിർത്ത് തോൽപ്പിച്ചു. അംബേദ്കർക്ക് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തെ അടിമുടി ഉലച്ചു കളഞ്ഞ ഒരു അനുഭവമായിരുന്നു അത്. ഹിന്ദു കോഡ് ബില്ല് നടപ്പാകാതെ വന്ന ഘട്ടത്തിലാണ് ഒരു വികാരത്തള്ളിച്ചയിൽ ഈ ഭരണഘടന കത്തിച്ചു കളയുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്ന പ്രസ്താവന അദ്ദേഹം നടത്തി. പിന്നീട് പല നിയമങ്ങളായി ഹിന്ദു കോഡ് ബില്ല് സാവധാനത്തിൽ നടപ്പിലാക്കുമെന്ന വാഗ്ദാനം നെഹ്റു പാലിച്ചു. 1955 ഹിന്ദു മാരേജ് ആക്ട്, 56 ഹിന്ദു സക്സഷൻ അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് എന്നിവ അങ്ങനെ പാസ്സാക്കിയെടുത്ത നിയമങ്ങളാണ്. എന്നിരുന്നാലും നേരത്തെ ആലോചിച്ചിരുന്ന കരട് ബില്ലുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇവ. രാജ്യമെമ്പാടും ഉയർന്നു വന്ന ഹിന്ദു മൗലികവാദികളുടെ എതിർപ്പിനെ മറികടക്കുന്നതിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. ഒരു ദൈവിക ശുശ്രൂഷയായിട്ടാണ് ഹിന്ദു നിയമം വിവാഹത്തെ സമീപിക്കുന്നത്. ആചാരങ്ങൾക്ക് അതിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട്. എണ്ണമറ്റ ആചാര വൈജാത്യങ്ങൾ ഹിന്ദുമതത്തിൽ ഉണ്ടെങ്കിലും നിയമത്തിൽ ഇടം പിടിച്ചത് ഉത്തരേന്ത്യൻ ഉന്നത ജാതിക്കാരുടെ ആചാരങ്ങളാണ്. ചുരുക്കത്തിൽ ഉത്തരേന്ത്യൻ സവർണ ജാത്യാചാരങ്ങളുടെ സാമാന്യവൽക്കരണമായി നിയമം മാറി. ശാസ്ത്രികാചാരങ്ങൾക്ക് നിയമപരമായ ദൃഢത കൈവരികയാണ് ഉണ്ടായത്. കോടതിക്ക് ഇത് അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ വിധിയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന വിവാഹത്തെക്കുറിച്ചുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല താനും. ഇത്തരമൊരു വിധി സൃഷ്ടിക്കാനിടയുള്ള മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും കോടതി വിധിയിൽ ഒറ്റ വാക്കിലൊരു പരാമർശമുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഇതല്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അങ്ങനെ അതെല്ലാം അവഗണിച്ചു. ദമ്പതികൾ ഇരുവരും ഒരുപോലെ ആവശ്യം ഉന്നയിച്ച നിലയ്ക്ക് ഈ കേസിൽ തീരുമാനം യുക്തിസഹമാണെങ്കിലും വിവാഹിതരായ പല സ്ത്രീകളുടെയും വൈവാഹിക പദവിയെ തുലാസിൽ നിർത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഈ വിധി കാരണമായി കൂടാ എന്ന് കണ്ട് ആവശ്യമായ മാനദണ്ഡങ്ങൾ വിധിയിൽ ചേർക്കുവാൻ കോടതിക്ക് കഴിയണമായിരുന്നു. ഈ കേസിൽ ഹർജിക്കാർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്നതും ഇരുവരും ജോയിന്റ് പെറ്റീഷനുമായാണ് കോടതിക്ക് മുന്നിൽ എത്തിയത് എന്നതും കോടതിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി എന്നത് നേരെ തന്നെ. ഭരണഘടനയുടെ അനുച്ഛേദം 142 അനുസരിച്ചാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. അനുച്ഛേദം 142 എന്ന് പറഞ്ഞാൽ വലിയ അധികാരങ്ങളാണ് സുപ്രീം കോടതിക്ക് ഈ വകുപ്പ് നൽകുന്നത്. പരിപൂർണ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ വകുപ്പുള്ളത്. നീതി ഏകശിലാത്മകമല്ലെന്നും സമഗ്രമായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും നമ്മുടെ നീതിന്യായ സംവിധാനം തിരിച്ചറിയേണ്ടതുണ്ട്. ഹിന്ദു വിവാഹ നിയമം കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. കേവല ആചാരങ്ങൾക്കപ്പുറം കൃത്യമായ ധാരണകളുടെ പാരസ്പര്യത്തിൽ ജീവിതം പങ്കിടാൻ വ്യക്തികൾക്ക് ഇടം നൽകുന്നതായിരിക്കണം വ്യക്തി നിയമങ്ങൾ. മനുഷ്യർക്ക് വിവാഹം എന്നാൽ ആട്ടവും പാട്ടും സൽക്കാരവും ഒക്കെ കൂടിയാണ്, ആനന്ദവും ആഘോഷവുമാണ്. അതിനെ സവർണ ജാത്യാചാരങ്ങളിൽ തളച്ചിടുന്ന നിയമം മാറിയേ തീരും.